നമുക്കിന്നേ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ചട്നി ഉണ്ടാക്കി നോക്കിയാലോ. ഈ ചട്നിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ചട്നി വേണമെങ്കിൽ ചമ്മന്തി ഒക്കെ നമുക്ക് ദോശക്ക് ഇഡ്ഡലിയും കൂടി കൂട്ടാം, അതല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടി നന്നായിട്ട് പോകും, ചപ്പാത്തി പൊറോട്ട കൂടി ഒരു കറി പോലെ കൂട്ടാൻ ഇത് അടിപൊളി സാധനം കേട്ടോ. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോക്ക് പോവാം. ജോസ് മോസസ് കിച്ചൻ. ഈ റെസിപ്പി ഒരു 6-7 പേർക്ക് ലഭിക്കും കേട്ടോ. ഒരു പോട്ടിൽ മീഡിയം ഹീറ്റിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു 8 എണ്ണം. ഇതെല്ലാം ഇട്ട് 1 മിനിറ്റ് നേരം അതങ്ങോട്ട് വഴറ്റാം. അത് കഴിഞ്ഞ് ഇന്ന് കളറൊക്കെ ആയി കഴിയുമ്പോൾ അതൊരു ബോളിലേക്ക് മാറ്റി അത് തണക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു ബോളിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് ഒരു 300 ഗ്രാം നമ്മുടെ ബ്രിഞ്ചാൾ അതങ്ങോട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ എക്സസ് ഓയിലുള്ള അതേ സെയിം പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം കളഞ്ഞ ആ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് സോട്ട് ചെയ്യുക ഒരു 5 മിനിറ്റ് നേരം. ചെറുതായിട്ട് കളറുകൾ മാറുന്ന കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ തക്കാളി, ഒരു പകുതി ലൈം സൈസ് പുളി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് സോട്ട് ചെയ്യാം. ഒരു 8 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോഴേക്കും ആ തക്കാളി കുടഞ്ഞു വരും. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക, അതും തണക്കട്ടെ. ഒരു ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ സ്പൈസസ് ഒന്ന് അടിച്ചെടുക്കുക. മൊത്തം ഫൈൻ പേസ്റ്റ് ആവേണ്ട, അത്യാവശ്യം തരിയിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ എഗ് പ്ലാന്റിൻ്റെ ബ്രിഞ്ചാൾ, എഗ് പ്ലാന്റ് പല പല പേരുകളിൽ അറിയപ്പെടുന്നതിൻ്റെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ചത് ആ ബ്ലെൻഡറിലേക്ക് ഇടാം. 2-3 അടി, അതായത് ഫൈൻ പേസ്റ്റ് ആവരുത്, ഇങ്ങനെ പോളിഷ് അടിക്കില്ലേ അതേപോലെ നമ്മൾ അടിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് സവോള ഒരെണ്ണം ചോപ്പ് ചെയ്ത് ഇടുക, അതും അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കതൊന്നങ്ങ് താളിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ മീഡിയം ചൂടിലിടാം, 1/2 ടീസ്പൂൺ മസ്റ്റർഡ്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഉറുദാൾ, 1 ടീസ്പൂൺ ചന്നാദാൾ, പിന്നെ 2 ഉണക്കമുളക് ഇത് ഇങ്ങനെ കീഴിലിട്ട് 1 മിനിറ്റ് നേരം അങ്ങോട്ട് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക, അതിങ്ങനെ അങ്ങോട്ട് ചിറ്റിച്ചു കൊടുക്കുക. തീന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതിലേക്ക് ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഒരു 3 എണ്ണം, കുറച്ച് കറിവേപ്പില, അതുമിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ആ ചൂടോടുകൂടി തന്നെ അതങ്ങോട്ട് താളിക്കുക നമ്മുടെ ചട്നി. അപ്പം കിടിലൻ സ്മെല്ലും കിടിലൻ ചട്നിയും റെഡി. ഇനി എന്നിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി, അത് അങ്ങോട്ട് മിക്സ് ചെയ്യുക, യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് ആസ്വദിച്ച് കഴിച്ചേക്കാം. ചമ്മന്തി റെഡി ആയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടോ? പുളിയും എരിവും ആ ക്രിസ്മസും എല്ലാം കൂടി നല്ല സ്മൂത്തും നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ട്. എന്റെ അല്ലേ കയ്യിൽ കോൺറൊട്ടി ഉണ്ട്. കോൺറൊട്ടിന്റെ കൂടെ ചമ്മന്തി ഒന്ന് വെച്ചോക്കാം. കിട്ടുവാണ്ടത്. ഈ കോൺറൊട്ടി ഉണ്ടാക്കാന്നുള്ള റെസിപ്പി നമ്മുടെ ചാനലിൽ എടുപ്പുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.